തമിഴ്നാട്ടിലെ പൊള്ളാച്ചി എന്ന നഗരം ഒരൊറ്റ സംഭവത്തെ തുടർന്ന് ദേശീയ ശ്രദ്ധയ്ക്ക് വിധേയമായി. ഒരു പെൺകുട്ടി തന്റെ സഹോദരനോട് പറഞ്ഞ ഒരു സത്യത്തിലൂടെ പുറത്തായത് ഒരു ഭീകര ക്രൂരതയായിരുന്നു. ഇത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ലൈംഗിക പീഡന കേസുകളിലൊന്നായി മാറും എന്നുപോലും ആരും കരുതിയില്ല. അങ്ങനെ 6 വർഷങ്ങൾക്ക് ശേഷം 2025 ഈ കേസിലെ 9 പ്രതികൾക്ക് കോടതി ജീവപര്യന്തം തടവ് വിധിച്ചു. ഇരകളായ സ്ത്രീകൾക്ക് 85 ലക്ഷം രൂപ നഷ്ടപരിഹാരവും വിധിച്ചു. സത്യത്തിൽ ഈ സ്ത്രീകൾക്കെല്ലാം എന്താണ് സംഭവിച്ചത്? ഈ 9 പേർ ആരെല്ലാം? ഇവർക്ക് ഈ വിധി വൈകാനുണ്ടായ കാരണം എന്ത്? മുതൽ 19 വരെയും പൊള്ളാച്ചിയിൽ നിന്നുള്ള 9 യുവാക്കൾ. അവരുടെ പേരുകൾ ഇവിടെ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശബരിരാജൻ, തിരുനാവുക്കരസൻ, സതീഷ് കുമാർ, വസന്ത്, മണിവണ്ണൻ, ബാബു, ബാസ്, അരുളാനന്ദം, അരുൾകുമാർ. ഇവർ 9 പേർ ചേർന്ന് നടത്തിയ അതിക്രമങ്ങളായിരുന്നു ഈ ഒരു കേസിന്റെ ആധാരം. ഇവർക്ക് രാഷ്ട്രീയ പിന്തുണയും സാമ്പത്തിക ശേഷിയും ഇവർക്കുണ്ടായിരുന്നു. ഇവരുടെ ഈ ഫുൾ ടൈം ജോലിയായി മാറിയത് സ്ത്രീകളെ കുടുക്കുക, ബന്ധം നടിക്കുക, ബ്ലാക്ക്മെയിൽ ചെയ്യുക, പീഡിപ്പിക്കുക തുടങ്ങി. ഇവർ അവരുടെ സാമൂഹിക അധികാരവും സാമ്പത്തിക ശേഷിയും ഉപയോഗിച്ച് സ്ത്രീകളെ കുടുക്കുകയും ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ചെയ്തു. പ്രധാനമായും സോഷ്യൽ മീഡിയയിലൂടെ സ്ത്രീകളെ സമീപിക്കുകയും വ്യാജ പ്രൊഫൈലുകൾ ഉപയോഗിച്ച് പരിചയം വികസിപ്പിക്കുകയും ചെയ്തു. സുഹൃത്തുക്കളെ പോലെ പെരുമാറി അവരുടെ ഫാം ഹൗസിലേക്ക് സ്ത്രീകളെല്ലാം ക്ഷണിച്ചു. വളരെ സാധാരണമായി തുടങ്ങുന്ന ബന്ധം പിന്നീട് ക്രൂരതയിലേക്ക് മാറുകയായിരുന്നു. ഒരാൾ ഒരു പെൺകുട്ടിയെ പ്രണയം നടിച്ച് വഞ്ചിച്ച് ഫാം ഹൗസിലേക്ക് കൊണ്ടുവരുമ്പോൾ മറ്റുള്ളവരെല്ലാം ആ ഫാം ഹൗസിൽ ഒളിച്ചിരിക്കും. പിന്നീട് ഇവർ ഒരുമിച്ചിരിക്കുന്നതെല്ലാം വീഡിയോ ആയി പകർത്തും. അല്ലെങ്കിൽ എല്ലാവരും ചേർന്ന് ആ സ്ത്രീയെ ആക്രമിക്കും, പീഡിപ്പിക്കും. വിവാഹിതരായവരും കോളേജ് വിദ്യാർത്ഥികളും ഇങ്ങനെ നിരവധി സ്ത്രീകൾ ഈ ഒരു ക്രൂരതയ്ക്കിരയായി. പീഡനത്തിനൊപ്പം ഇവർ ആ സ്ത്രീകളിൽ നിന്നും പണം, സ്വർണം ഇവയെല്ലാം തട്ടിയെടുത്തിരുന്നു. ചിലരൊക്കെ ഇവരിൽ നിന്നും എടുത്ത വീഡിയോ അന്യായമായി ഇന്റർനെറ്റിൽ പ്രചരിപ്പിച്ചു എന്നുള്ള ആരോപണങ്ങളുമുണ്ട്. സത്യത്തിൽ പലർക്കും ഇത് പുറത്ത് പറയാനോ പ്രതികരിക്കാനോ കഴിയാത്തൊരവസ്ഥയായിരുന്നു. അവരെ വീണ്ടും വീണ്ടും വിളിച്ചു വരുത്തുവാനും ഭീഷണിപ്പെടുത്തുവാനും ഈ എടുത്ത വീഡിയോ ദൃശ്യങ്ങളായിരുന്നു അവർ ഉപയോഗിച്ചത്. പലരും ഭയന്നും സമുദായത്തിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന ഭയത്താലും പ്രതികരിച്ചതേയില്ല. ഇങ്ങനെ ഇവരുടെ ഇരയായവരുടെ ലിസ്റ്റ് വളരെ നീണ്ടതാണ്. ആരും തന്നെ പരാതിപ്പെടാൻ ധൈര്യപ്പെടാത്ത സാഹചര്യത്തിൽ പോലും അവസാനം ഒരു പെൺകുട്ടി നീണ്ട നാളത്തെ മൗനം വെടിഞ്ഞ് തൻ്റെ സ്വന്തം സഹോദരനോട് സത്യം അവൾ പറഞ്ഞു. തനിക്ക് എന്ത് സംഭവിച്ചുവെന്ന്. അവളുടെ കുടുംബം ആ സമയത്തും തളരാതെ അവളുടെ കൂടെ നിൽക്കുകയും ചെയ്തു. അവളുടെ ആ ഒരു ശക്തിയായിരുന്നു ഈ കേസ് മുന്നോട്ട് പോകാൻ ഇടയായത്. തുടർന്ന് സഹോദരൻ പോലീസിൽ പരാതി നൽകി. ആദ്യം പലരും പ്രതികളായി പേരെടുക്കാതിരുന്നതിന് പിന്നിൽ രാഷ്ട്രീയ പിന്തുണയും പ്രഭാവങ്ങളും ഉണ്ടായിരുന്നു. രാഷ്ട്രീയ സമ്മർദ്ദം കാരണം പല കുറ്റവാളികൾ രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷെ പ്രതിഷേധങ്ങളും മാധ്യമ ശക്തിയും കാരണത്താൽ ഈ കേസ് CBIക്ക് കൈമാറി. CBI നടത്തിയ അന്വേഷണം വേഗതയേറിയതും ദൃഢവുമായിരുന്നു. മൊബൈൽ ഫോണുകളിലെ ചാറ്റുകൾ, വീഡിയോകൾ, ശബ്ദ റെക്കോർഡിംഗ്സ് ഇവയിൽ നിന്നെല്ലാം തെളിവുകൾ ശേഖരിച്ചു. ആദ്യം ചില പ്രതികൾ മാത്രമെങ്കിലും പിന്നീട് CBI അന്വേഷണത്തിലൂടെ എല്ലാ 9 പേരും പ്രതികളായി.
48 സാക്ഷികൾ കോടതിയിൽ വന്ന് വിസ്തരിച്ചതോടെ കേസ് കൃത്യമായ ഒരു ഉള്ളടക്കം തന്നെ തെളിയിച്ചു. ഇതൊരു തട്ടിപ്പ് കേസ് മാത്രമല്ല, ഓരോ സ്ത്രീയുടെയും ജീവിതത്തെ തകർത്ത മനുഷ്യത്വ വിരുദ്ധമായ ഒരു ആക്രമണമാണെന്ന് തെളിയിക്കപ്പെട്ടു. തുടർന്ന് പോലീസിന്റെ നീണ്ട 6 വർഷത്തെ അന്വേഷണം. 6 വർഷത്തെ അന്വേഷണത്തിന്റെയും വിചാരണയുടെയും അവസാനം കോടതിയിൽ വിധി വരുന്നു. 2025 വിധി. ഒരാളല്ല, എല്ലാവരും കുറ്റവാളികളെന്ന് കോടതി കണക്കാക്കി. അങ്ങനെ കേസിലെ 9 പ്രതികൾക്കും ജീവപര്യന്തം തടവ് വിധിച്ചു. കൂടാതെ 8 സ്ത്രീകളിൽ ഓരോരുത്തർക്കും നഷ്ടപരിഹാരം നൽകാനും ആവശ്യപ്പെട്ടു. 84 ലക്ഷം രൂപ. വിധി വന്നപ്പോഴും ജനങ്ങളിൽ പലർക്കും ഉണ്ടായിരുന്ന ഒരു ചോദ്യം, നീതി ലഭിക്കാൻ എന്തുകൊണ്ട് ഇത്ര വൈകി എന്നാണ്. എന്നാൽ കോടതി പറഞ്ഞത് ഒരുപക്ഷെ ഇത് തന്നെയാണ് ശരിയായ വഴി. നിയമവ്യവസ്ഥയുടെ ജോലി ഒരാളുടെ ജീവിതത്തെ നശിപ്പിക്കുക, രക്ഷിക്കുക എന്നൊക്കെയാണ്. അതിനാൽ ചുരുങ്ങിയ സമയം കൊണ്ട് വിധി എഴുതാൻ ഒരിക്കലും കഴിയില്ല. തെളിവുകൾ പരിശോധിക്കേണ്ടതുണ്ട്, സാക്ഷികളെ കേൾക്കേണ്ടതുണ്ട്, പ്രതികളെയെല്ലാം വർഷങ്ങളോളം സംരക്ഷിക്കേണ്ടതുണ്ട്. എല്ലാം നിയമവ്യവസ്ഥയുടെ കടമയാണ്. ഇതിനെല്ലാം തീർച്ചയായും സമയവും അത്യാവശ്യമാണെന്നാണ് കോടതി പറഞ്ഞത്. ഈ ഒരു വിധി ഒരു ഭാഗത്ത് ജനങ്ങളെ സന്തോഷിപ്പിച്ചാലും മറുവശത്ത് പലരെയും ഈ ഒരു വിധി ദുഃഖത്തിലാഴ്ത്തി. ഇവർക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പലരുടെയും അഭിപ്രായം. എന്നാൽ ചിലർ പറയുന്നത് വേണ്ട, പെട്ടെന്ന് മരിച്ചാൽ വേദന അറിയില്ല, ജീവിതകാലം മുഴുവനും ജയിലിൽ കിടന്ന് നരകിക്കണമെന്ന്. പക്ഷേ ഇന്നത്തെ ജയിൽവാസത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ജയിലിലും സുഖജീവിതം അനുഭവിക്കുന്ന കാലത്ത് ഇവർ വീട്ടിലായാലും ജയിലിലായാലും ഒരുപോലെ തന്നെയാണ്. പൊള്ളാച്ചി കേസ് പോലുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും നമുക്ക് പാഠമാണ് നൽകുന്നത്. ഇത്തരം കേസുകൾ നീതിയിലേക്ക് എത്തുന്നത് തന്നെ സമൂഹത്തിന് ഒരു പ്രതീക്ഷയും ആത്മവിശ്വാസവും ഒക്കെ നൽകുന്നു. നാം ഒറ്റയാളായി നിന്നാൽ പോലും നീതി ഉണ്ടാകാം എന്നുള്ളതിന് തെളിവ് കൂടിയാണ് ഈ ഒരു കേസ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നീതി വൈകിയാലും അത് തീർച്ചയായും വരും. ഇനി ഏതൊരു സാഹചര്യത്തിലും സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കുന്ന സുഹൃത്ത് ബന്ധങ്ങൾ അല്ലെങ്കിൽ പ്രണയബന്ധങ്ങൾ ഒന്നും തന്നെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. അതിൽ 99.9% വ്യാജം തന്നെ ആയിരിക്കും. അങ്ങനെ ഒരു കെണിയിൽ വീണാൽ പിന്നെ എഴുന്നേൽക്കാൻ കഴിയാത്തൊരവസ്ഥയായിരിക്കും. ഇങ്ങനെയുള്ള എത്ര കേസുകളാണ് നമ്മൾ തന്നെ അറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇവർക്ക് കോടതി നൽകിയ ഈ ഒരു വിധിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റിൽ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയുള്ള വീഡിയോസാണ് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.